ഒറ്റത്തവണ ഒരേ ഒരു തവണ ഒന്ന് പരീക്ഷിച്ചു നോക്കാമോ? പലരുടെയും വാക്കുകൾ കേട്ട് പരസ്യങ്ങൾ കണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിക്കുന്നില്ല. ഇനിയും അങ്ങനെ പരീക്ഷിച്ച് പരാജയപ്പെട്ടാൽ പിന്നെ ഒരിക്കൽ പോലും ഞാനിങ്ങനെ വന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP, ലീഗ്, കേരള കോൺഗ്രസ്, അങ്ങനെ നിരവധി പാർട്ടികൾ കേരളത്തിലുണ്ട്. സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും കേരളത്തിൽ ഒരുപാട് നേതാക്കന്മാരെയും വലിയ സംഭാവനകൾ ചെയ്ത പാർട്ടികൾ തന്നെയാണ്. പക്ഷേ കാലക്രമേണ മൂല്യച്യുതികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിനെ പറ്റി ഒന്ന് അന്വേഷിച്ചുകൂടെ? ഉദിച്ചുയർന്നു ഭാരത ഹൃദയഭൂവിലിന്നൊരു പൗരൻ, അധികാരക്കൂരിരുളിൽ നെഞ്ചം പിളർന്നുയർന്നൊരു സൂര്യൻ. ഉദിച്ചുയർന്നു ഭാരത ഹൃദയഭൂവിലിന്നൊരു പൗരൻ, അധികാരക്കൂരിരുളിൽ നെഞ്ചം പിളർന്നുയർന്നൊരു സൂര്യൻ. നലമൊരു നാളെക്കധിപതിയായി നവമൊരു പുലരി കതിരൊളി ചിന്നി ഉദിച്ചുയർന്നു, 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 ഉദിച്ചുയർന്നു ഭാരത ഹൃദയഭൂവിലിന്നൊരു പൗരൻ, അധികാരക്കൂരിരുളിൻ നെഞ്ചം പിളർന്നുയർന്നൊരു സൂര്യൻ. അടിമച്ചങ്ങല തന്നിലമർന്നവർ മോചിതരായന്നേ, കാണാച്ചങ്ങല തീർത്തു ഭരിപ്പു ഇന്നും അവർ നമ്മേ. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ? കേരളത്തിൽ സജീവമായി ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ആം ആദ്മി പാർട്ടി കേരളത്തിൽ സ്ഥാനാർത്ഥികളെ ഉടനീളം അണിനിരത്തുകയാണ്. നിങ്ങൾ ചൂൽ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിജയിപ്പിക്കണം. ഈ പരീക്ഷണത്തിന് മുതിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട ആം ആദ്മി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു.